പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനുള്ള വചനം ഓരോ ദിവസവും ഞങ്ങളുടെ വഴികളിൽ പ്രകാശമാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവ്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സംരക്ഷണമാണ്, സുരക്ഷിതത്വമാണ്. അങ്ങ് കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളും ഹൃദയവും ഒക്കെ സന്തോഷിക്കുന്നു. കർത്താവെ, സാന്നിധ്യമായി കൂടെ ആയിരിക്കണമേ. അങ്ങയുടെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ സന്തോഷത്താൽ ഞങ്ങൾ എപ്പോഴും ആനന്ദത്തിൽ ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസത്തിൻ്റെ 27-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ആ ബോധ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവ് എൻ്റെ പ്രകാശവും എൻ്റെ രക്ഷയുമാണ്. പ്രിയമുള്ളവരെ, എന്താണ് അന്ധകാരം എന്ന് പറയുന്നത്? അപ്പോൾ അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ അഭാവമാണ്. പ്രകാശമില്ലാത്ത ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇരുളെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഇരുട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു, നമുക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇരുട്ട് കടന്നു വരുന്നത് പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ, ഇല്ലാതാകുമ്പോൾ, വിശ്വാസം അല്ലെങ്കിൽ ക്ഷയിച്ചു പോകുമ്പോൾ, അതുപോലെ ദൈവ സാന്നിധ്യം മറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇരുട്ട് കടന്നു വരുന്നത്. ഇത്തരം ഇരുട്ടിലേക്കാണ് ദൈവം തന്റെ പ്രകാശത്തെ അയക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഇരുട്ട് എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് പല രൂപത്തിലുണ്ട്. ചിലപ്പോഴത് ഭയമായിട്ട്, പാപബോധമായിട്ട്, പരാജയമായി, അല്ലെങ്കിൽ അസുഖമായിട്ട്, നമ്മുടെ ബന്ധങ്ങളിലുള്ള ആ വിള്ളലുകളായിട്ട്, മുറിവുകളൊക്കെ ആയിട്ട് ഈ ഇരുട്ട് നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നു, ഇരുട്ട് അവസാന വാക്കല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു എന്നാണ്. അപ്പോൾ ദൈവമില്ലാത്ത അവസ്ഥ. ആദ്യ മാതാപിതാക്കന്മാര് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരില് ഭയം കടന്നു വന്നു. അവർ ദൈവത്തിന് മുന്നിൽ നിന്ന് മാറിപ്പോയി എന്ന് നമ്മൾ കാണുകയാണ്. അപ്പൊ അതുപോലെ അവരുടെ ജീവിതത്തില് ആ ബന്ധങ്ങളിലുള്ള ഒരു വിള്ളലുണ്ടായി. ദൈവവുമായിട്ടുള്ള ബന്ധത്തില്, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തില്. ഈശോ നമ്മോട് പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യേശു നൽകുന്ന വെളിച്ചം നൽകുന്ന യഥാർത്ഥത്തിൽ പ്രകാശം നൽകുന്ന കർത്താവാണ്. മാത്രമല്ല, കർത്താവ് ആണ് യഥാർത്ഥത്തിൽ പ്രകാശം. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. പ്രകാശം കാണിച്ചു കൊടുക്കുന്നവനല്ല, അവൻ പ്രകാശമായിട്ട് മാറുകയാണ്. യേശു കടന്നു വരുന്നിടത്തൊക്കെ ആ പ്രകാശം, ദൈവ സാന്നിധ്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ദിവസങ്ങളാണല്ലോ. പ്രിയമുള്ളവരെ, ഈശോ കടന്നു വരുമ്പോ പാപത്തിന്റെ ഇരുട്ട് നമ്മളെ വിട്ടുപോവുകയാണ്. നിരാശയുടെ ആ ഇരുട്ട് വിട്ടുപോകുന്നു. മരണത്തിന്റെ ഇരുട്ട് പോലും നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ അവിടെ ജീവൻ ഉണ്ടാകുന്നു. അതുപോലെ പാപത്തിന്റെ അവസ്ഥകൾ വിട്ടുമാറി നമ്മൾ കൃപയിൽ നിറയുന്നു. നമ്മൾ നിരാശ വിട്ടുമാറി ഇന്നലെ നമ്മൾ കണ്ടുപോലെ പ്രത്യാശയിലേക്ക് നമ്മൾ കടന്നു വരും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തില് ഈശോയുടെ കുരിശിലൂടെയാണ് ഈ പാപം പൂർണ്ണമായിട്ട് മാറിപ്പോയത്, മരണം വിട്ടു മാറിപ്പോയത്, നിരാശ വിട്ടു മാറിപ്പോയത്. ആ പ്രകാശം, നമുക്കറിയാം, പ്രകാശം ചെറുതാണെങ്കിൽ പോലും ഞാനും നിങ്ങളൊക്കെ പ്രകാശ ഗോപുരങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാ. കൊച്ചു പ്രകാശം, ചെറിയൊരു മിന്നാമിനുങ്ങിന്റെ വെട്ടം, അത് തന്നെ വലിയൊരു പ്രകാശം, ഇരുട്ടിൽ വലിയ പ്രകാശമായിട്ട് മാറുന്നു. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഒരു സാന്നിധ്യം, ഒരു ചെറിയ പ്രാർത്ഥന, ഒരു വചനവാക്യം, ഒന്ന് കുമ്പസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് കടന്നു വരുന്ന കൃപ, ഒന്ന് ക്ഷമിച്ചു കഴിയുമ്പോൾ കിട്ടും, നമുക്കും കിട്ടുന്നു, മറ്റുള്ളവർക്കും അത് പ്രകാശമായിട്ട് മാറുകയാണ്. അപ്പൊ ഒരു ചെറിയ പ്രകാശം ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റുകയാണ്. നമ്മൾ അന്ധകാരത്തിൽ നടക്കുന്നവൻ കുഴിയിൽ പോയി വീഴും. ഈശോ പറയുന്നുണ്ട്, അന്ധനെ ഒരിക്കലും മറ്റൊരുവരെ നയിക്കാൻ, നേർവഴിക്ക് നയിക്കാൻ പറ്റില്ല, ഇരുവരും കുഴിയിൽ വീഴും. അപ്പോ യഥാർത്ഥത്തിൽ പ്രകാശമുള്ളപ്പോൾ ആ പ്രകാശത്തിൽ നടക്കണമെന്ന് ഈശോ പറയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഈശോ പറയാണ്, പ്രകാശത്തിൽ നടക്കാനുള്ള വിളിയാണ് നമ്മുടെ ജീവിതം. ആ ദൈവത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അന്ധകാരത്തിലാണ്, നമുക്ക് വഴി അറിയില്ല, നമ്മൾ ചെന്ന് എവിടെയോ പോയി കുരുക്കിൽ പോയി നമ്മൾ വീഴും, കുഴിയിൽ വീഴും. അതുകൊണ്ട് നമുക്ക് യേശുവാകുന്ന പ്രകാശത്തിൽ നടന്നുകൊണ്ട് സത്യത്തിൽ നടക്കാൻ,
അതുപോലെ നന്മയിൽ ഉറച്ചു നിൽക്കാൻ, ഇരുട്ടിലായിരിക്കുന്നവർക്ക് വിളക്കായിട്ട് മാറാൻ. നിന്റെയും എന്റെയും ജീവിതം വിളക്കായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ആ പ്രകാശം കണ്ടുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തിലേക്ക് കടന്നു വരണം. അപ്പൊ നമുക്കറിയാം, ഈ സമുദ്രത്തിലൂടെ ഒക്കെ കപ്പലുകൾ യാത്ര ചെയ്യുമ്പോൾ ഈ കരയില് അല്ലെങ്കിൽ ഈ ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ലൈറ്റ് ഹൗസുകളായിട്ട് നമ്മൾ മാറണം. ആ ലൈറ്റ് കണ്ടിട്ടാണ് ഈ കപ്പലുകളൊക്കെ, വലിയ ഈ കപ്പലുകളൊക്കെ തീരത്ത് അടുക്കുന്നത്. പ്രിയം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 1-ാം വാക്യം, അതായത് കർത്താവിൻ്റെ പ്രകാശമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയാണ്, ഞാൻ ആരെ ഭയപ്പെടും. ഇരുട്ടുള്ളത് ഭയമാണ്. എന്നാൽ ദൈവം പ്രകാശമായതുകൊണ്ട് ഭയം വിട്ടുമാറി നമ്മൾ പ്രകാശത്തിൽ ജീവിക്കാൻ ഇടയാകും. പ്രകാശത്തിന്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാം. അന്ധകാരത്തേക്ക് നയിക്കുന്ന ഭയം, അതുപോലെ തന്നെ പാപത്തിന്റെ അവസ്ഥകൾ, നിരാശ, അതുപോലെ കുറ്റബോധം, ഇതൊക്കെ നമ്മളിൽ നിന്ന് മാറട്ടെ. നമ്മൾ ദൈവത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കാൻ, അവിടുത്തെ സാന്നിധ്യം, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ഒരു വലിയ പ്രകാശം കണ്ടു എന്ന് ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ പ്രകാശമായി ഈശോയിൽ നമുക്ക് നടക്കാം. കണ്ണുകളെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങനെ നൽകിയ ജീവന്റെ വചനത്തെ ഓർത്തങ്ങേക്ക് നന്ദി പറയുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അന്ധകാരം നൽകുന്ന ആ കൊച്ചു സന്തോഷത്തിൽ കഴിയാതെ പ്രകാശത്തിന്റെ ആ വലിയ ജീവിതത്തിന്റെ മേഖലയിലേക്ക് കടക്കാൻ ഞങ്ങൾ കർത്താവ് മറ്റുള്ളവരെ കൂടി ഈ ശൃംഖലയിലേക്ക് അടുപ്പിക്കാൻ വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം തന്നെ ഈശോയിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് സ്വയം പ്രകാശിക്കുന്നവരായി അവരെയും മറ്റുള്ളവരെയും ഈശോയിലേക്ക് കൊണ്ടുവരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ.